ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് എല്ലാവർക്കും കിച്ചണിൽ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് ട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വെളുത്തുള്ളി, ചെറിയുള്ളി, സവോള ഇതൊക്കെ എല്ലാവർക്കും തൊലിക്കാൻ ഭയങ്കര പാടാണല്ലോ. തൊണ്ട് കളയാൻ കുറേ ടൈമും വേണം. അതുപോലെ തന്നെ ബിരിയാണിയോ ബീഫ് കറിയോ എന്തെങ്കിലും വെക്കുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടതും ഇത് തന്നെയാണ്. ഇതിനാണ് ഏറ്റവും കൂടുതൽ ടൈമും പോവുക. അപ്പോൾ അതിനുള്ള ടിപ്സ് നോക്കാം. ആദ്യം വെളുത്തുള്ളി ഓരോ അല്ലികളായിട്ട് വിടർത്തിയെടുക്കുക. എന്നിട്ട് ചെറിയ ചൂടുവെള്ളം, അതായത് കൈ ഇട്ട് കഴിഞ്ഞാൽ പൊള്ളാൻ പറ്റില്ല, ആ ലെവലിലേക്കുള്ള ചൂടാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് അതിൽ ഈ വെളുത്തുള്ളി ഇട്ട് വെക്കുക കേട്ടോ. ചെറിയുള്ളി നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം, സവോള ആയാലും 3 ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ മുകളിലുള്ള നെട്ടിഭാവം മാത്രം ഒന്ന് ചെത്തിക്കളയാം കേട്ടോ. അത് കുറച്ച് ഹാർഡല്ല, അപ്പോൾ അത് പോവില്ല. അപ്പോൾ അത് മാത്രം ഒന്ന് കത്തി കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം തൊണ്ട് നല്ല ഈസി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. നല്ല സിമ്പിളായിട്ട് തന്നെ എടുക്കാം കേട്ടോ. ഏറ്റവും കൂടുതൽ ടൈം നമുക്ക് ഇതിനായിരിക്കും. എന്തെങ്കിലും വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളിയും ഈ ചെറിയുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങൾ തൊലിക്കാനാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും മടിയും. അപ്പോൾ ഇതുപോലെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തൊലിച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇത് തൊലിക്കുന്ന സമയത്ത് ചെറിയുള്ളി സവോളയൊക്കെ തൊലിക്കുമ്പോൾ കണ്ണെരിയുന്നൊരു പ്രശ്നം മാറാനായിട്ട് നിങ്ങൾ ഇതൊന്ന് ചെറിയുള്ളി സവോളയൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കുക. എന്നിട്ട് സവോള അരിഞ്ഞെടുക്കുക എന്നുണ്ടെങ്കിൽ കണ്ണിൽ നീറ്റിൽ വരില്ല കേട്ടോ. അപ്പോൾ അതൊരു ടിപ്സാണ്. അതുപോലെ തന്നെ ഇത് പേസ്റ്റ് ആക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കുറച്ച് മാത്രം കേട്ടോ. എന്നിട്ട് അരച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ കുറേ നാൾ സൂക്ഷിക്കാനും പറ്റും. ഇനി രണ്ടാമത്തെ ടിപ്സ്, ഈ ജാറിൻ്റെ ബ്ലേഡില്ലേ അത് മൂർച്ച പോകുന്ന സമയത്ത് മാസത്തിൽ ഒരു തവണ കല്ലുപ്പ് അതിലേക്ക് ഇട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡില്ലേ നല്ല മൂർച്ച കിട്ടും കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ ടിപ്പാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാം. മൂന്നാമത്തെ ടിപ്പ് കായമാണ്. കായം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാൾ എത്തില്ലേ, കട്ടക്കായൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇത് ഞാൻ കൂടുതലും ഒരു തവണ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കുക ചെയ്യുക. അപ്പോൾ അടുത്ത തവണ എടുക്കുന്ന സമയത്ത് അത് ഭയങ്കര ഹാർഡായിരിക്കും. അത് പിന്നെ കത്രി കൊണ്ടോ കത്തി കൊണ്ടോ ഒന്നും മുറിക്കാൻ കിട്ടില്ല അല്ലേ. അപ്പോൾ അതിനുള്ള ടിപ്സാണ് കേട്ടോ. ഇത് വാങ്ങുന്ന സമയത്ത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കത്രി കൊണ്ട് ഇത് നമുക്ക് ഓരോ തവണ എത്ര ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത ശേഷം ഇത് നിങ്ങൾക്ക് അതുപോലെ തന്നെ ആ കവറിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലോ ആക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത തവണ എടുക്കുന്ന സമയത്ത് ഇത് കട്ട് ചെയ്യാൻ നിൽക്കണ്ട. ഇത് പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇനി അടുത്ത ടിപ്സ് നമുക്ക് നോക്കാം. പഞ്ചസാര പാത്രത്തിൽ ഇതുപോലെ എപ്പോഴും എത്ര ടൈറ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ഉറുമ്പ് കയറില്ലേ. അപ്പോൾ ഈ ഉറുമ്പൊന്ന് പോവാനായിട്ട് ഗ്രാമ്പൂ ഇല്ലേ, ആ ഗ്രാമ്പ് കുറച്ചൊരു 3-4 ഇതിൽ ഇട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇതിൽ കുത്തി വെക്കുന്നത് വെറുതെ വെച്ചാണ്, വെറുതെ ഇട്ട് വെച്ചാലും മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഉറുമ്പ് പോകണ്ട. നിങ്ങൾ ഈ ഇട്ട് കഴിഞ്ഞതും അപ്പം തന്നെ പോകുന്നു കരുതണ്ട. അത് ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ നാളേക്ക് കാലത്തേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറുമ്പ് പോയിട്ടുണ്ടാവും. അതുപോലെ ഇതിൻ്റെ എഫക്റ്റ് 2-3 ദിവസത്തേക്ക് നിൽക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഈ ഗ്രാമ്പ് കളഞ്ഞിട്ട് അടുത്ത് വെക്കേണ്ടി വരും കേട്ടോ. അല്ലാതെ ഈ ഒരു ഗ്രാമ്പ് വെച്ച് കഴിഞ്ഞിട്ട് അതന്നെ വെച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവില്ല. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഈ അരി വാങ്ങിക്കഴിഞ്ഞാൽ കുറേ ആയിക്കഴിഞ്ഞാൽ ഇതിലൊരു പ്രാണികൾ വരില്ലേ. ഈ പ്രാണികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വറ്റൽമുളകില്ലേ അതൊരു 3-4 ഇതിലേക്ക് ഇട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ പ്രാണിയുടെ ശല്യം കുറയും കേട്ടോ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നല്ല വെയിലുള്ള സമയത്ത് അരി ഒന്ന് വെയിലത്തിട്ടിട്ട് ഒന്ന് ഉണക്കി വെക്കുക എന്നുണ്ടെങ്കിലും അരി കേടാവാതെ ഇരിക്കും കേട്ടോ. പുഴു അങ്ങനെയൊന്നും വരില്ല. ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ കുറേ നാളാവുന്ന സമയത്ത് അത് കേട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്കും ഇതുപോലെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ കുറച്ച് നാളൊക്കെ അത് കേട് വരാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നല്ലോണം ജനലിൻ്റെ സൈഡിലോ അങ്ങനെയൊന്നും വെക്കരുത് കേട്ടോ. അങ്ങനെ വെക്കാതെ നല്ലോണം ഈ കബോർഡ് അങ്ങനെയുള്ള കാറ്റ് കിടക്കാത്ത ഭാഗങ്ങളുണ്ടാവില്ലേ അവിടെ വെക്കുകയെന്നുണ്ടെങ്കിൽ കുറേ നാളത് കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ നേന്ത്രപ്പഴമൊക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും വേഗം ഇന്ന് വാങ്ങിയാൽ നാളേക്ക് ആകുമ്പോൾ തന്നെ നല്ലോണം പഴുക്കും. അതുപോലെ 2-3 ദിവസം കഴിയുമ്പോഴേക്കും പിന്നെ ഒന്നിനും പറ്റാതാവും. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടിക്കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പഴുക്കില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നമ്മൾ കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വർക്കായി എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.